നമ്മുടെയൊക്കെ മൊബൈലിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഇതിൽ 2 ട്രിക്ക് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തത് തന്നെയായിരിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ആ ട്രിക്കുകൾ എന്ന് ഒന്ന് പരിചയപ്പെട്ടാലോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പല പ്ലാറ്റ്ഫോമിൽ നിന്നും സാധാരണയായിട്ട് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. പക്ഷേ നമുക്ക് ചിലപ്പോൾ തിരക്കുള്ള സമയത്ത് അതൊന്നും റീഡ് ചെയ്യാൻ സമയമുണ്ടായെന്ന് വരില്ല. അതിനായിട്ടൊരു പ്രധാനപ്പെട്ട ട്രിക്ക് നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു മൊബൈലിൽ നിന്നും എൻ്റെ മൊബൈലിൻ്റെ വാട്സാപ്പിലേക്ക് ഞാനിപ്പോൾ ഒരു ഹായ് വിടുകയാണ്. കൃത്യമായിട്ട് ഇവിടെ ഹായ് വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു മെസ്സേജ് കാണാം. പക്ഷേ നമുക്കിത് റീഡ് ചെയ്യാൻ, ഞാനിപ്പോൾ ഹായ് മാത്രമേ അയച്ചിട്ടുള്ളൂ, വലിയൊരു മെസ്സേജൊക്കെ ആണെങ്കിൽ റീഡ് ചെയ്യാൻ സമയമില്ല. പക്ഷേ അതിനായിട്ട് നമുക്കൊരു ട്രിക്ക് ഉണ്ട്. ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ സ്നോസ് എന്ന് പറഞ്ഞിട്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 15 മിനിറ്റ്, 30 മിനിറ്റ്, അതുപോലെ തന്നെ 1 അവർ, 2 അവർ. അപ്പോൾ നിങ്ങൾ വേണ്ട സമയം ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൈം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വീണ്ടും ഇതേ നോട്ടിഫിക്കേഷൻ വരിക. അങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് റീഡ് ചെയ്യാൻ നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ആ സ്നോസ് കാണുന്നില്ലെങ്കിൽ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് ക്വിക്ക് സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് മോർ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ സ്നോസിങ് എന്ന ഭാഗം ഉണ്ടാകും. അത് ഓഫിലായിരിക്കും. അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏത് നോട്ടിഫിക്കേഷനും, വാട്സാപ്പിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും ആ നോട്ടിഫിക്കേഷനിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ സ്നോസ് എന്ന ഭാഗം വന്നിട്ടുണ്ടാകും. ഓക്കെ, സെറ്റിംഗ്സിൽ അത് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുന്നത് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇനി മറ്റൊരു സെറ്റിംഗ്സ്, അതായത് നിങ്ങൾക്ക് വാട്സാപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയച്ച് അത് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തു കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് ക്വിക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. മോർ സെറ്റിംഗ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഏറ്റവും താഴേക്ക് വരിക. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന ഭാഗം ഓഫിൽ കിടക്കുന്നുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനിത് ഇതിൽ നിന്നൊക്കെ ബാക്ക് വരാണ്. ബാക്ക് വന്നിട്ട് ഇപ്പോൾ വാട്സാപ്പിൽ തന്നെ ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയക്കാണ്. ഓക്കെ, ഹായ് ഓൾറെഡി ഇവിടെ ഞാൻ അയച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഹലോ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഹലോ എന്ന് ടൈപ്പ് ചെയ്തു. ഞാനിവിടെ സെൻഡ് കൊടുത്തു. ഇവിടെ നോട്ടിഫിക്കേഷൻ എനിക്ക് മറ്റേ മൊബൈൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ പ്രസ് ചെയ്ത് പിടിച്ചു. ഇവിടെ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ മറ്റേ മൊബൈലിൽ റീഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഡിലീറ്റ് ഫോർ എവരി വൺ ഞാൻ കൊടുത്തു. അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ വാട്സാപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് കാണില്ല. കണ്ടോ, ഇവിടെ ഹായ് ഉണ്ട്, പക്ഷേ രണ്ടാമത് അയച്ച മെസ്സേജ് 5:27 മെസ്സേജ് അയച്ചത്. ഓക്കെ, ഇനി നമുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നേരെ ഇവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് ക്വിക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് മോർ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരത്തെ ഓൺ ചെയ്ത ആ ഒരു നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഹലോ എന്ന് എഴുതിയത് കാണാൻ സാധിക്കും. 5:27 വന്ന മെസ്സേജ് ഇവിടെ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുമാത്രമല്ല ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടൈം. കണ്ടോ, ഇവിടെ 5:27 PM. ഓക്കെ, എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലെ മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിയിലൂടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 നോട്ടിഫിക്കേഷൻ്റെ സെറ്റിംഗ്സുകളിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. ഓക്കെ, ഞാൻ ഈ കാണിച്ച നോട്ടിഫിക്കേഷൻ്റെ 2 ട്രിക്കുകളിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിചയമില്ലാത്തത് തന്നെയായിരിക്കും. കമൻറ്റിൽ അറിയിക്കുക. അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.